ഒരു ക്രിമിനൽ കേസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു ക്രിമിനൽ കേസിലെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ജൂലൈയിൽ ഇന്ത്യയിലെ മുഴുവൻ ക്രിമിനൽ നീതിന്യായ സംവിധാനത്തെയും ഉടച്ചുവാർക്കുകയുണ്ടായി. ദീർഘകാലമായി നിലനിന്നിരുന്ന IPC, CRPC, എവിഡൻസ് ആക്ട് എന്നിവ റദ്ദാക്കി പകരം പൂർണ്ണമായും പുതിയൊരു നിയമഘടന തന്നെ കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയമം എന്നിവയാണ് അത്. പുതിയ ഘടനയിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരു കേസ് ഉണ്ടാവുകയും ആ കേസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതി മുറികളിലേക്ക് എങ്ങനെ നീങ്ങുന്നു എന്നും നമുക്കൊന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ, കോഗ്നിസൻസ്, ട്രയൽ, ജഡ്ജ്മെന്റ്, അപ്പീൽ എന്നിവയിലൂടെ അത് എങ്ങനെ പുരോഗമിക്കുന്നു. ഒന്നാം ഘട്ടം, ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിലൂടെയാണ് എല്ലാ ക്രിമിനൽ കേസുകളും അതേ തുടർന്നുള്ള നടപടികളും ആരംഭിക്കുന്നത്. ക്രിമിനൽ ഇന്റിമിഡേഷൻ, ചീറ്റിംഗ്, സെക്ഷൽ ഒഫൻസസ്, ഓർഗനൈസ്ഡ് ക്രൈം, മർഡർ അല്ലെങ്കിൽ സൈബർ എനേബിൾഡ് ഒഫൻസസ് സച്ച് ആസ് ഡീപ് ഫേക്ക്, അബ്യൂസ് എന്നിവയായാലും BNS-ലെ വ്യവസ്ഥകൾ കൃത്യമായി തന്നെ എന്താണ് കുറ്റകൃത്യം, അതിൻ്റെ ഘടകങ്ങൾ, ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ എന്നിവ നിർവചിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് പോലീസിന് പ്രവർത്തിക്കുന്നതിനുള്ള അധികാരമുണ്ട്. ഒരു കോഗ്നിസിബിൾ ഒഫൻസിൽ പോലീസിന് സ്വമേധയാ അന്വേഷണം ആരംഭിക്കുന്നതിനും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും ഉള്ള അധികാരം ഉണ്ട്. എന്നാൽ ഒരു നോൺ കോഗ്നിസിബിൾ ഒഫൻസ് അന്വേഷിക്കുന്നതിന് മുൻപ് ഒരു മജിസ്റ്റേറിയൽ ഉത്തരവ് ആവശ്യമാണ്. ഈ വ്യത്യാസം മുഴുവൻ കേസിന്റെയും സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. രണ്ടാമത്തെ ഘട്ടമാണ് FIR. പരാതിക്കാരി അല്ലെങ്കിൽ പരാതിക്കാരൻ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് നിയമപരമായി നിർവഹിക്കേണ്ട കടമകൾ ഉണ്ട്. ഒരു കോഗ്നിസിബിൾ കുറ്റം ആണ് എന്ന് ഉദ്യോഗസ്ഥന് മനസ്സിലാകുന്ന പക്ഷം അത് BNSS സെക്ഷൻ 173 പ്രകാരം ഒരു റിപ്പോർട്ടായി രേഖപ്പെടുത്തണം. ഇതിനാണ് FIR രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത്. BNSS വിവരങ്ങൾ ഇമെയിൽ പോലുള്ള ഇലക്ട്രോണിക് സംവിധാനം വഴിയും നൽകുന്നതിന് വ്യക്തമായി തന്നെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന വിവരം ഉദ്യോഗസ്ഥൻ കൃത്യമായി രേഖപ്പെടുത്തി വിവരം നൽകുന്നയാൾക്ക് വായിച്ചു കൊടുക്കുകയും കൃത്യമായി ഒപ്പിടുവിക്കുകയും വേണം. പോലീസ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ പരാതിക്കാരന് നിയമപരമായ മാർഗം സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഒന്നുകിൽ പോലീസ് സൂപ്രണ്ടിനെയോ അല്ലെങ്കിൽ അധികാര പരിധിയിലുള്ള മജിസ്ട്രേറ്റിനെയോ സമീപിക്കാം. തീർച്ചയായും പരിഹാരം ലഭിക്കും. മൂന്നാമത്തെ ഘട്ടമാണ് അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ BNSS പ്രകാരം പോലീസ് ഔദ്യോഗികമായി അന്വേഷണം ആരംഭിക്കും. ആ അന്വേഷണത്തിൽ സാക്ഷികളെ വിസ്തരിക്കുക, സാക്ഷിമൊഴികൾ പരിശോധിക്കുക, സ്പോട്ട് മഹസറുകൾ രേഖപ്പെടുത്തുക, തെളിവുകൾ കണ്ടെടുക്കുക, മെഡിക്കൽ, ഫോറൻസിക് അഭിപ്രായങ്ങളും റിപ്പോർട്ടുകളും ശേഖരിക്കുക, ക്രൈം സീനിന്റെ ദൃശ്യങ്ങൾ വീഡിയോയിൽ രേഖപ്പെടുത്തുക, ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുക തുടങ്ങി വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നു. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് ഫോറൻസിക് പരിശോധന നിർബന്ധമാണ്. അന്വേഷണം വെറും വാക്കാലുള്ള ആരോപണങ്ങൾ ആയാൽ പോരാ, ശാസ്ത്രീയ വിശകലനത്തിൽ വേരൂന്നിയതാണെന്ന് ഉറപ്പാക്കുന്നു. ഈ ഘട്ടത്തിലാണ് പ്രൈമ ഫെസി അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ കേസിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നത്. നാലാമത്തെ ഘട്ടമാണ് അറസ്റ്റ്. നിയമപരമായ പരിമിതികളുള്ള ഒരു എക്സിക്യൂട്ടീവ് അധികാരമാണ് അറസ്റ്റ്. അറസ്റ്റ് ഒരു നിർബന്ധിത നടപടി തന്നെയാണ്. BNSS അതിനെ ആനുപാതികമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളോട് പോലീസിന് ചില മര്യാദകൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അറസ്റ്റിന്റെ കാരണങ്ങൾ കൃത്യമായി തന്നെ അറിയിച്ചിരിക്കണം. പ്രതിക്ക് നിയമോപദേശത്തിനോ വക്കീലിനെ ബന്ധപ്പെടുന്നതിനോ അവകാശമുണ്ട്. പ്രതിയെ നിർബന്ധിത വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം. കുടുംബാംഗങ്ങളെ അറസ്റ്റിന്റെ വിവരം അറിയിക്കണം. യാത്രാസമയം ഒഴികെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രതിയെ ഹാജരാക്കിയിരിക്കണം. അറസ്റ്റ് ന്യായയുക്തവും ആനുപാതികമാണോ എന്ന് കോടതികൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭരണഘടനാ ഉറപ്പ് ഈ ഘട്ടങ്ങളിലെല്ലാം സംരക്ഷിക്കപ്പെടുന്നു എന്ന് കൃത്യമായി തന്നെ ഉറപ്പാക്കുന്നുണ്ട്. അഞ്ചാമത്തെ ഘട്ടമാണ് പോലീസ് റിപ്പോർട്ട്. ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ കേസ് ക്ലോസിംഗ് ഈ ഘട്ടത്തിലാണ് സംഭവിക്കുക. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥൻ BNSS സെക്ഷൻ 193 പ്രകാരം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. രണ്ട് സാധ്യതകളാണ് ഈ ഘട്ടത്തിലുള്ളത്. ഒന്നാമതായി കുറ്റപത്രം. പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ കുറ്റാരോപണ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞാൽ കുറ്റപത്രം അഥവാ ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു. ഇല്ല എങ്കിൽ ക്ലോഷർ റിപ്പോർട്ടാണ് സമർപ്പിക്കുക. തെളിവുകൾ അപര്യാപ്തമാകുമ്പോൾ കേസ് നിലനിൽക്കില്ല എന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. പരാതിക്കാരന് ഈ വിവരങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയുന്നതിനുള്ള അവകാശം ഉണ്ട്. കൂടാതെ ക്ലോസ് റിപ്പോർട്ടിൽ അതൃപ്തിയുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഒരു പ്രൊട്ടസ്റ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനും സാധിക്കും. ഈ ഘട്ടം കേസ് വിചാരണയിലേക്ക് നീങ്ങുമോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കുന്നു. അടുത്ത ഘട്ടമാണ് കോഗ്നിസൻസ് ആൻഡ് ഫ്രെയിമിംഗ് ഓഫ് ചാർജസ്. പോലീസിന്റെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അതിലെ വസ്തുതകളും തെളിവുകളും ഒക്കെ ഒരു കുറ്റകൃത്യം നടന്നതായി തെളിയിക്കാൻ കഴിയുന്നതായാൽ
ഉടനെ മജിസ്ട്രേറ്റ് നടപടിയെടുക്കും. ഇത് ഒരു ജുഡീഷ്യൽ നടപടിയാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിന് കീഴിൽ അനുവദനീയമായ ഇലക്ട്രോണിക് രേഖകൾ ഉൾപ്പെടെ എല്ലാ പ്രോസിക്യൂഷൻ രേഖകളുടെയും പകർപ്പുകൾ കോടതി പ്രതിക്ക് നൽകും. ഇപ്പോൾ ഡിജിറ്റൽ സൈൻസ്, കോൾ റെക്കോർഡുകൾ, CCTV ദൃശ്യങ്ങൾ, കമ്പ്യൂട്ടർ ജനറേറ്റഡ് രേഖകൾ, ക്ലൗഡ് അധിഷ്ഠിത തെളിവുകൾ തുടങ്ങിയവയെല്ലാം തെളിവായി അംഗീകരിക്കും. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമെങ്കിൽ BNSSന്റെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം കോടതി കുറ്റപത്രം തയ്യാറാക്കുകയും പ്രതിയെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യും. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കാനുള്ള തെളിവുകൾ ഇല്ലെങ്കിൽ പ്രതിയെ വിട്ടയച്ചേക്കാം. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ കേസ് വിചാരണയിലേക്ക് നീങ്ങുന്നു. അടുത്ത ഘട്ടമാണ് വിചാരണ. മുഴുവൻ കേസും വിചാരണ ചെയ്യപ്പെടുന്ന വേദിയാണിത്. പ്രോസിക്യൂഷൻ ആദ്യം തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നു. സാക്ഷികൾ പ്രതിക്കൂട്ടിൽ പ്രവേശിക്കുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും അവരുടെ മൊഴികൾ നൽകുകയും തുടർന്ന് പ്രതിഭാഗം സാക്ഷികളെ ക്രോസ് വിസ്താരം നടത്തുകയും ചെയ്യുന്നു. ഭാരതീയ സാക്ഷ്യ അധിനിയമ പ്രകാരം ഹാജരാക്കിയ തെളിവുകളുടെ പ്രസക്തി, ആധികാരികത തുടങ്ങി എല്ലാം നിയമങ്ങൾക്ക് വിധേയമായി പരിശോധിക്കപ്പെടുകയും തുടർന്ന് അവ തെളിവുകളായി അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പ്രോസിക്യൂഷൻ തെളിവുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ കോടതി പ്രതികളുടെ മൊഴി രേഖപ്പെടുത്തുകയും അവർക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവയൊക്കെ വിശദീകരിക്കാൻ അവർക്ക് അനുവാദം നൽകുകയും ചെയ്യുന്നു. തെളിവുകൾ പൂർത്തിയായ ശേഷവും ഇരുപക്ഷവും അന്തിമ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അവിടെ കോടതിയുടെ പരിഗണനയ്ക്കായി നിയമവും വസ്തുതയും സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നു. അതിനുശേഷം കോടതി വിധി പ്രഖ്യാപിക്കുന്നു. കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു. കുറ്റം തെളിയിക്കപ്പെട്ടാൽ ഉടൻ തന്നെ കോടതി അടുത്ത നടപടിയിലേക്ക് കടക്കുന്നു. അതാണ് സെന്റൻസിംഗ് ഹിയറിംഗ്. ഇവിടെ കോടതി പരിഗണിക്കുന്നത് കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും അതിന്റെ വ്യാപ്തിയുമാണ്. കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ, പ്രതിയുടെ പശ്ചാത്തലം, സ്ത്രീകൾ, കുട്ടികൾ, ദുർബലമായ വ്യക്തികൾ എന്നിവർക്കെതിരെയുള്ള കുറ്റകൃത്യമാണോ, സംഘടിത കുറ്റകൃത്യം, തീവ്രവാദം എന്നിവ ഉൾപ്പെട്ടതാണോ, ഇരയുടെ മേലുള്ള ആഘാതം, ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടുക. ഇത് കോടതിയെ തടവ് കാലാവധി, പിഴത്തുക, ഇരയ്ക്കുള്ള നഷ്ടപരിഹാരം, കുറഞ്ഞതോ അല്ലെങ്കിൽ കൂടിയതോ ആയ ശിക്ഷ അത് പ്രസ്തുത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി അനുസരിച്ച് ന്യായീകരിക്കാമോ എന്ന് ഒക്കെ തീരുമാനിക്കാൻ സഹായിക്കുന്നു. വിധി കൃത്യമായി തന്നെ എഴുതുകയും ആ വിധി ന്യായീകരിക്കാൻ പറ്റുന്നതും ആവണം. കൂടാതെ ഓപ്പൺ കോർട്ടിൽ തന്നെ ഈ വിധി നൽകുകയും ചെയ്യണം. അടുത്ത ഘട്ടത്തിലാണ് അപ്പീല് അല്ലെങ്കിൽ കുറ്റവിമുക്തൻ ആക്കിയതിനു ശേഷമുള്ള കാര്യങ്ങൾ. കുറ്റം ചുമത്തിയോ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കിയോ കേസ് അവസാനിക്കുന്നില്ല. ലീവ് പെറ്റീഷനുകൾ വഴി സെഷൻസ് കോടതി, ഹൈക്കോടതി അല്ലെങ്കിൽ അതിനു മുകളിൽ പരമോന്നത നീതിപീഠം, സുപ്രീം കോടതി മുമ്പാകെ വരെ അപ്പീൽ നൽകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. BNSS ഇലക്ട്രോണിക് രേഖകൾ സമർപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നു. അപ്പീൽ പ്രക്രിയ വേഗത്തിലാക്കുകയും അത് കൂടുതൽ പ്രാപ്യമാക്കുകയും ഇതുവഴി സാധിക്കുന്നു. ഇങ്ങനെയുള്ള ബഹുതല അപ്പീൽ നടപടികൾ കേസിന്മേൽ സൂക്ഷ്മ പരിശോധന നടത്തുന്നതിനും ജുഡീഷ്യൽ നീതിയും ഭരണഘടനാ മേൽനോട്ടവും ഉറപ്പാക്കുന്നതിനും സഹായിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നീ നിലവിലുള്ള നിയമങ്ങളുടെ കീഴിലുള്ള ഒരു ക്രിമിനൽ കേസിന്റെ പൂർണ്ണമായ നടപടിക്രമ യാത്രയാണ് ഈ വിവരിച്ചത്. ഒരു കുറ്റകൃത്യം നടന്ന നിമിഷം മുതൽ FIR, ഇൻവെസ്റ്റിഗേഷൻ, കോഗ്നിസൻസ്, വിചാരണ, അപ്പീൽ എന്നിവ വരെയുള്ള കാര്യങ്ങൾ വിശദമായി നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഓരോ ഘട്ടത്തിലും അതിൻ്റെതായ സുരക്ഷാ സംവിധാനങ്ങൾ, സാങ്കേതികതകൾ ഒക്കെയുണ്ട്. ഈ വിശദീകരണം നിങ്ങൾക്ക് സഹായകരം എന്ന് തോന്നിയാൽ അടുത്തതായി ഏത് വിഷയമാണ് ഞാൻ ഉൾപ്പെടുത്തേണ്ടതെന്ന് ദയവായി കമന്റിൽ എന്നോട് പറയുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അടുത്ത വീഡിയോ രൂപപ്പെടുത്തുന്നതിന് എന്നെ സഹായിക്കും.